ഹായ് ഓൾ, ഇന്നത്തെ എപ്പിസോഡ് ബേബീസിന് വേണ്ടിയിട്ടാണ്. ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഫുഡ് ചാർട്ടും ഒരു ഡയറ്റ് പ്ലാനും ആണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം എല്ലാവരും പറയുന്നത് കേൾക്കാം, കുട്ടി പ്രായത്തിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഇല്ല, ഇനി വെയിറ്റ് ഉണ്ടെങ്കിൽ തന്നെ കുട്ടി ആക്റ്റീവ് അല്ല. അപ്പം അതിൻ്റെ ഒക്കെ കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഫസ്റ്റായിട്ട് പറയാനുള്ളത് ബ്രസ്റ്റ് ഫീഡിങ് ആണ്. ബ്രസ്റ്റ് മിൽക്ക് അതാണ് ഒരു കുട്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡ്. പിന്നെ നമ്മൾ 6 മാസം കഴിയുമ്പോഴാണ് കുട്ടികൾക്ക് കട്ടിയാഹാരം, അതായത് സോളിഡ് ഫുഡ്സ് കൊടുത്തു തുടങ്ങുന്നത്. അപ്പം ഈ കട്ടിയാഹാരം കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടികളിൽ അയണിൻ്റെ ഇത് കുറയും. അപ്പം ഈ അയൺ എഫിഷ്യൻസി വരും. അത് കുട്ടികളിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ 6 മാസം ആകുമ്പോൾ കുട്ടിക്ക് കട്ടിയാഹാരം കൊടുത്ത് തുടങ്ങണമെന്ന് പറയുന്നത്. എന്ന് കരുതിയിട്ട് എന്നും സെയിം ഫുഡ് കൊടുത്ത് കുട്ടീനെ ബോറടിപ്പിക്കുകയും ചെയ്യരുത്. അപ്പോൾ എപ്പോഴും നമ്മൾ വെറൈറ്റീസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു ദിവസം പഴമാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വേറൊരു ദിവസം വേറെ എന്തെങ്കിലും കൊടുക്കുക. അങ്ങനെ ഡെയിലി റുട്ടീൻ ചേഞ്ച് ചെയ്ത് വരിക. പിന്നെ എപ്പോഴും ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഈ സോളിഡ് ഫുഡിനോടുള്ള താല്പര്യം വല്ലാണ്ട് കുറയും. പക്ഷെ അവരതിനായിട്ട് വാശി പിടിച്ച് കരയുകയും ചെയ്യും. അപ്പം നമ്മൾ കഴിവതും ബ്രസ്റ്റ് മിൽക്ക് കുറച്ചിട്ട് സോളിഡ് ഫുഡ് 1 വയസ്സ് കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 6 മാസം കഴിഞ്ഞാൽ തന്നെ സോളിഡ് ഫുഡ് കൊടുക്കണം. പക്ഷേ മിക്ക ആൾക്കാരും ചിലപ്പം നല്ല പാലുള്ളതിൻ്റെ പേരിൽ സോളിഡ് ഫുഡ്സ് ഒന്നും കൊടുക്കാതെ എപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ് മാത്രമായിട്ട് കൊടുക്കുന്നത് കാണാം. ഇങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നല്ലതാണ്, ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ബെസ്റ്റാണ്, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനത്തെ കുട്ടികൾക്ക് അയൺ എഫിഷ്യൻസി വരും. അവർക്ക് ഈ സോളിഡ് ഫുഡ് കൊടുത്താലേ അത് ശരിയായിട്ട് കറക്റ്റായി വരുള്ളൂ. 460 ml പാലാണ് 1 വയസ്സ് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ആവശ്യം വരുന്നത്. അപ്പം ബ്രസ്റ്റ് ഫീഡിങ് ഒരു 5 പ്രാവശ്യമായിട്ട് ചുരുക്കുക. എന്നാൽ ഒരു 1.5 വയസ്സാവുമ്പോഴത്തേനും അവർ നമ്മൾ കഴിക്കുന്ന എല്ലാ ടൈപ്പ് ഫുഡും കഴിച്ചു തുടങ്ങും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അമ്മമാർ വേണം ശ്രദ്ധിക്കാനായിട്ട്. പക്ഷേ എന്നാലോ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ പാടേയില്ല. 2 വയസ്സ് വരെ എന്തായാലും കുഞ്ഞിനെ നിങ്ങൾ മുലയൂട്ടണം. അത് അവരുടെ ഹെൽത്തിനും മെൻ്റൽ ഡെവലപ്മെൻറ്റിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പറയാനുള്ളത്, നമ്മൾ കുട്ടികൾക്ക് അത് കൊടുക്കരുത് ഇത് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫുഡ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലുള്ള ഒന്നാണ് കൗസ് മിൽക്ക്, പശുവിൻ്റെ പാല്. ഈ ആനിമൽസ് പ്രൊഡക്റ്റ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണം. 1 വയസ്സ് കഴിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ചില കുട്ടികൾക്ക് അലർജിയുടെ പ്രോബ്ലം ഉണ്ടാവും, അവർക്ക് ചിലപ്പോൾ ഇത് സ്യൂട്ടാവണമെന്നില്ല. അപ്പോൾ അതൊക്കെ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ആദ്യത്തെ ഒരു ദിവസം കൊടുത്തു നോക്കുക, ഒരു കുഴപ്പമില്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ആനിമൽ പ്രൊഡക്ട്സ് കൊടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് എഗ് വൈറ്റ്സ്, പിന്നെ മീറ്റ്, ഇതൊക്കെ ആദ്യം ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കുക. 1-2 ദിവസം കൊടുത്തു നോക്കുക. ബേബിക്ക് ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. കാരണം ചില കുട്ടികൾക്ക് എഗ് വൈറ്റ്സ് ഒന്നും ശരിയാവണമെന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ആദ്യം കൊടുത്തു നോക്കുക. പിന്നെ 8 മാസമായി കഴിഞ്ഞാൽ നമുക്ക് കാഷ്യൂ നട്ട്സ്, പീനട്ട്സ് ഒക്കെ കൊടുത്തു തുടങ്ങാം. പിന്നെ ഫ്രൂട്ട്സ് നമുക്ക് ആഡ് ചെയ്യാം. ചില കുട്ടികൾക്ക് ഫ്രൂട്ട്സ് കൊടുത്താൽ ചിലപ്പോൾ ഡയപ്പർ റാഷ് ഒക്കെ കാണും. എല്ലാ കുട്ടികളിലും കാണില്ല, എന്നാലും ചിലർക്കൊക്കെ ഡയപ്പർ റാഷ് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക ഏത് ഫ്രൂട്ട്സ്. പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് എപ്പോഴും പോഷകസമ്പത്തായ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഒരു ദിവസം എല്ലാ ഫുഡും, അതായത് 1 വയസ്സ് കഴിഞ്ഞാൽ തന്നെ എല്ലാ ഫുഡും അവർ കഴിക്കേണ്ട പ്രായമാണ്. അപ്പോൾ ഒരു ദിവസം തന്നെ എല്ലാ ഫുഡും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പോഷക സമ്പന്നമായ ഭക്ഷണമായി അന്ന് അവർ കഴിച്ചത്. കാരണം നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും വിറ്റാമിൻസ് ഡി അടങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നല്ല വെയിറ്റും നല്ല ബൾക്കി ആയിട്ട് ഇരിക്കാനല്ല നമ്മളെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് എപ്പോഴും നല്ല ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിട്ട് ഇരിക്കാനാണ് നമ്മുടെ ബേബീസിനെ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഭക്ഷണം അവർക്ക് എപ്പോഴും കൊടുക്കുക. ഈ ബൾക്കി ആയിട്ടുള്ള വെയിറ്റ് നല്ലതേ അല്ല. കാരണം അത് കുട്ടികൾക്ക് ആക്റ്റീവ് ആവാനും എനർജറ്റിക് ആയിട്ടും ഇരിക്കാൻ വേണ്ടി ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ കുട്ടി എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എന്നും ഒരേപോലത്തെ ഫുഡ് കൊടുത്തിട്ട് കുട്ടീനെ ഒരിക്കലും ബോറടിപ്പിക്കരുത്. പിന്നെ നമ്മൾ തന്നെ പറയും, കുട്ടി ഇപ്പം തീരെ ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പം നമ്മൾ എപ്പോഴും അവിടെ ഫുഡ് ചാർട്ടിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ടേയിരിക്കണം.
പിന്നെ അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് ബേബീസിന് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ സോഫ്റ്റ് മീൻസ് ഈ അരച്ചതോ ഇടിച്ചതോ അങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ല. അതായത് അവർക്ക് ച്യൂ ചെയ്യാൻ, അവർക്ക് കടിച്ച് ചവയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ഫുഡ്സ് എപ്പോഴും കൊടുക്കുക. ഞാനൊരു എക്സാമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞത്, നമ്മൾ ക്യാരറ്റ് ചിലപ്പോൾ ഉണ്ടാവും നമ്മൾ പിള്ളേരുടെ കയ്യിൽ ചെറിയ പീസായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ അത് കൊടുത്താൽ അവർക്കത് കടിച്ച് തിന്നാൻ പ്രയാസമാണ്. അതിന് വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് കൊടുത്താൽ അത് അവർക്ക് പെട്ടെന്ന് ച്യൂ ചെയ്യാനും ഇറക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. അല്ലെങ്കിൽ നേരെ മറിച്ച് അത് നമ്മുടെ കുട്ടിയുടെ തൊണ്ടയിൽ കുടുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ കടല കൊടുക്കുമ്പോഴൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ കുറുക്ക് കൊടുക്കുന്നത് അതെല്ലാവർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ്. എന്തിനാണ് ഇത്ര വലിയ കുട്ടികൾക്കും കുറുക്ക് കൊടുക്കുന്നതെന്ന് ഒട്ടുമിക്ക ആൾക്കാരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈ കുറുക്ക് നമുക്ക് 2 വയസ്സ് വരെ കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല കുറുക്ക് കൊടുക്കുന്നതുകൊണ്ട്. ഈ കുറുക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ വലിയ ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണവും കൂടെ കൊടുക്കാനാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് നമുക്ക് സ്പെഷ്യലായിട്ട് കുട്ടികൾക്ക് സൂപ്പ് കൊടുക്കാം. മട്ടൻ സൂപ്പ്, ചിക്കൻ സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ് ഒക്കെ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു കേടുമില്ലാതെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. ഇതൊക്കെ നല്ല വെയിറ്റ് ഗെയിനിന് നല്ല ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ കുട്ടികളുടെ ദഹനത്തിനും വയറിനും ഒക്കെ നല്ലതാണ് നമ്മൾ സൂപ്പ് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് അവോയ്ഡ് ചെയ്യാനുള്ള ഫുഡ്സ് എന്ന് പറയുന്നത്, അവോയ്ഡ് ചെയ്യാൻ മീൻസ് ഞാൻ പറയുന്നത് നട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ നമ്മുടെ ഗ്രേപ്സ്, പോപ്കോണ്, ചിക്കൻ ലെഗ്, ഇതൊക്കെ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ നട്ട്സ് അത് അങ്ങനെ തന്നെ കൊടുത്താൽ കുട്ടിയുടെ തൊണ്ടയിൽ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. വെജിറ്റബിൾസ് ഒക്കെ, പിന്നെ അതുപോലെ തന്നെ മുന്തിരി, പോപ്കോൺ ഒക്കെ തൊണ്ടയിൽ തങ്ങി നിൽക്കുന്ന ടൈപ്പ് ഫുഡാണ്. ചിക്കൻ ലെഗ് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും കുട്ടിക്ക് ചിക്കൻ ലെഗ് കൊടുക്കും. പക്ഷേ ഈ ചിക്കൻ ലെഗ് കൊടുക്കുന്നത് കൊണ്ടുള്ളൊരു അപകടം എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കൻ അവർ ജസ്റ്റ് ച്യൂ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു എല്ലിൻ്റെ പീസ് തന്നെ തൊണ്ടയിൽ കുടുങ്ങിയാൽ മതി. കുട്ടിക്ക് ഭയങ്കര അതൊരു അപകടം പിടിച്ചൊരു ഭക്ഷണമാണ് ശരിക്കും ഈ ചിക്കൻ ലെഗൊക്കെ കയ്യിൽ കൊടുക്കുന്നത്. പിന്നെ പല കുട്ടികളും പല ടൈപ്പാണ്. ചിലർ പറയും ചില കുട്ടികൾ ഭക്ഷണം പെട്ടെന്ന് കഴിച്ചു തീർക്കും. അതിനുവേണ്ടി ചില കുട്ടികൾക്ക് നമ്മൾ ഒരുപാട് ടൈം വെച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള കുട്ടികൾക്ക് 2-3 നേരമായിട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഈ വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങളുടെ ടെൻസ്ഡ് ആവരുത്. നിങ്ങളുടെ കുട്ടി ആക്റ്റീവ് ആണോ ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. വെയിറ്റിൻ്റെ കാര്യം നമുക്ക് പ്രശ്നമേ ഇല്ല. കാരണം നിങ്ങളുടെ കുട്ടി ആക്റ്റീവ് ആണെങ്കിൽ ആ കുട്ടിക്ക് ആവശ്യമായ വെയിറ്റ് ഉണ്ട്. പിന്നെ എപ്പോഴും നട്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ നട്ട്സിൽ നല്ല ഓയിൽ കണ്ടന്റ് ഉണ്ട്. ഒരു 10 മാസം കഴിഞ്ഞാൽ നമുക്ക് നട്ട്സ് പൊടിച്ചിട്ട് അവരുടെ ഫുഡിലൊക്കെ ചേർത്തിട്ട് നമുക്ക് കൊടുക്കാം. നല്ല വെയിറ്റ് കൂടാൻ നല്ലൊരു സാധനമാണ് നട്ട്സ്. പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, വെയിറ്റ് കൂടാൻ ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 8 മാസം കഴിഞ്ഞാൽ ഇത് നമുക്ക് കൊടുക്കാം. പിന്നെ പംകിൻ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒന്നാണ്. ഇത് കുട്ടികൾക്ക് വേവിച്ചിട്ടും ചോറിൻ്റെ കൂടെ ഉടച്ചിട്ടും ഒക്കെ നമുക്ക് കൊടുക്കാം. 6 മാസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് പംകിൻ കൊടുത്ത് ശീലാക്കാം. പിന്നെ പഴം നമ്മളെല്ലാവരും കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സാധനമാണ്. ഈ ബനാനക്ക് നല്ല വെയിറ്റ് കൂട്ടാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ അതും ഡെയിലി നമുക്ക് കൊടുക്കാം. പിന്നെ പയർവർഗ്ഗങ്ങളിൽ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് കുട്ടികളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഉള്ളത് 1 വയസ്സ് കഴിഞ്ഞിട്ടും വെയിറ്റ് ഇല്ലാത്ത കുട്ടികൾക്ക് പീനട്ട് ബട്ടർ കൊടുക്കുക. പീനട്ട് ബട്ടറിൽ ഒരുപാട് പ്രോട്ടീൻ, ഫാറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 വയസ്സായ കുട്ടികൾക്ക് നന്നായി വെയിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലർക്ക് ഒരു ധാരണ ഉണ്ട് ഈ ഓട്സിനെ പറ്റിയാണ് അടുത്തത് പറയുന്നത്. ഓട്സ് വലിയ ആൾക്കാർ മാത്രമേ കഴിക്കൂ എന്ന്. പക്ഷേ ഓട്സിന് ഒരുപാട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര ഹെൽത്തിയാണ്. പിന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നല്ലതാണ്. ഓട്സ് കൊണ്ടുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. 1 വയസ്സിന് താഴെയുള്ളവർക്ക് കുറുക്കായിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെയുള്ളവർക്ക് പാലിലും കൊടുക്കാം. നെക്സ്റ്റ് പറയാനുള്ളത് ഒലീവ് ഓയിലാണ്. ഇത് കുട്ടികളുടെ സ്കിന്നിനും വെയിറ്റ് കൂടാനൊക്കെ നല്ലതാണ്. നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുന്നോ അതിലൊരു 1/2 ടീസ്പൂൺ ഒലീവ് ഓയിൽ ചേർത്തിട്ട് കൊടുക്കുക. പിന്നെ ബീൻസ് 8 മാസം കഴിഞ്ഞാൽ ബീൻസ് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ യോഗർട്ട് 8 മാസം കഴിഞ്ഞാൽ തൈര് കൊടുത്ത് ശീലാക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ 6 മാസം കഴിഞ്ഞാൽ സ്വീറ്റ് പൊട്ടാറ്റോ കൊടുക്കാം. അതുപോലെ തന്നെ 8 മാസം കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഏത് കുറുക്കിലാണെങ്കിലും എന്ത് ഭക്ഷണത്തിലാണെങ്കിലും കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. അതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബട്ടർ കുട്ടികളുടെ ഹെൽത്തിനും ആ ഒരു പൊണ്ണത്തടിക്ക് കാരണമാവില്ല ബട്ടർ. പക്ഷേ നമ്മൾ ഒരുപാട് കൊടുത്താൽ അത് പൊണ്ണത്തടി ആവാനും ചാൻസ് ഉണ്ട്.
ഒക്കെ അളവിനനുസരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് കൊടുത്തിട്ട് നമ്മുടെ കുട്ടീനെ ബൾക്കി ആയിട്ട് എടുക്കരുത്. നമുക്ക് എപ്പോഴും ആരോഗ്യമുള്ള കുട്ടികളാണ് വേണ്ടത്. അപ്പം ഈ വീഡിയോ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫുഡ് ചാർട്ടിൻ്റെ ഒരു ഇമേജ് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ആ ഫുഡ് ചാർട്ട് ഒന്ന് കംപ്ലീറ്റ് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് 1 വയസ്സിൻ്റെയും 2 വയസ്സിൻ്റെയും ഇടയിലുള്ള കുട്ടികളുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളത് കാണുക. ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾ, വെയിറ്റ് കുറവുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഫുഡ്സ് കൊടുത്തു നോക്കൂ. ഇനി ഇത് ഓൾറെഡി കൊടുക്കുന്നവരാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ബ്രസ്റ്റ് മിൽക്ക് ആരും സ്റ്റോപ്പ് ചെയ്യരുത്. 2 വയസ്സ് വരെ കറക്റ്റായിട്ടും ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കണം. കാരണം ബ്രസ്റ്റ് മിൽക്കാണ് ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ സമ്പത്ത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ പ്രീവിയസ് വീഡിയോസ് കംപ്ലീറ്റ് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൽ വന്ന് പറയുക. ഇനി കമൻറ്റിൽ പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഞാൻ എൻ്റെ Gmail ID ഇവിടെ കൊടുക്കാം. Gmail ID വന്നിട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്നോട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലത്തെ ബേബി ഫുഡ്സിൻ്റെ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാ അല്ലാ. അതുവരെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.